കൂട്ടുകാരെ, അപ്പൊ നമ്മൾ കണ്ടിട്ട് കുറേ നാളായില്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരക്കായിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അതിനുള്ള സമയം എനിക്ക് ഒട്ടും കിട്ടുന്നില്ല. അപ്പൊ കുറേ നാളായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ടീച്ചറാണ്. അപ്പൊ ഞാൻ പ്രൊഫഷണൽ ഫീൽഡുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തീരെ സമയം കിട്ടാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, സ്കൂളൊക്കെ തുറന്നല്ലോ. സോ നമ്മൾ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് എല്ലാ ക്ലാസ്സിലും ചെറിയൊരു ഉപദേശം കൊടുക്കാറാണ് പതിവ്. അപ്പൊ ഞാന് ഈ ഒരു ടൈമില് ഞാൻ ഉപദേശം കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് നോക്കാം. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അപ്പൊ ഞാനൊരു 8th 9th 10th ക്ലാസ്സുകളിൽ ഞാൻ പോയപ്പോൾ ഞാൻ അവരോട് ഫസ്റ്റ് സംസാരിച്ചത്, ഓരോരുത്തർക്കും എയിം ഉണ്ടല്ലേ, അപ്പൊ അവരുടെ എയിം അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവരുടെ ഒരു ചിന്താഗതി, ഞാനിത് പറഞ്ഞപ്പോ കുറേ കുട്ടികൾ അറിയാതിരുന്ന് കരയുന്നത് കണ്ടു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ടീച്ചറെ എന്ന് പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. സോ ഇതാണ് ഞാൻ കുട്ടികളോട് പറഞ്ഞു, വീട്ടില് നിങ്ങളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പം എല്ലാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരൊറ്റ ആൻസർ എന്ന് പറയുന്നത് അമ്മ. അച്ഛൻ വഴക്ക് പറയാറുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ, കാരണം ഞാൻ ഗേൾസ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഏറ്റവും കൂടുതലും വഴക്ക് പറയുന്നത് അമ്മമാരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? നിങ്ങളുടെ അമ്മമാരെ നിങ്ങളെ വഴക്ക് പറയുന്നത് ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിങ്ങളോട് സ്നേഹക്കൂടുതൽ ഉണ്ടായിട്ടാണ് നിങ്ങളുടെ അമ്മമാരെ നിങ്ങളെ വഴക്ക് പറയുന്നത്. പഠിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതലും നിങ്ങളെ വഴക്ക് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ അവര് പറഞ്ഞു അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ പേരൻസിൽ ഇപ്പൊ നിങ്ങൾ 3 ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികൾ കാണും, ആവറേജ് ഫ്രണ്ട്സ് കാണും, ഫിനാൻഷ്യലി ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളും കാണും. എല്ലാവർക്കും പാരന്റ്സ് ഉണ്ട്. അവരുടെ പാരന്റ്സ് എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ്. ഇപ്പം മേ ബി അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള പേരൻസ് ആണെങ്കിൽ പോലും അവരാഗ്രഹിക്കുന്നത് എന്താണ്? എന്നെക്കാട്ടിൽ കൂടുതൽ, അതായത് ഞങ്ങൾക്കിപ്പോ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കാട്ടിൽ 1 പടി അല്ലെങ്കിൽ 2 പടി മുകളിലായിരിക്കണം ഞങ്ങളുടെ മക്കൾ എന്നാണ്. അവർക്ക് ജോലി തിരക്കുണ്ടെങ്കിൽ പോലും ആ അമ്മമാര് അതിരാവിലെ എണീറ്റ് അവർക്കുള്ള ഫുഡും തയ്യാറാക്കി മക്കൾക്കുള്ളതും എടുത്തു വെച്ചിട്ടാണ് അവർ പോകുന്നത്. എന്തിനാണ് അവർ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എനിക്ക് ഇത്രയും ജോലി കണ്ട് എന്റെ മക്കള് ഇതിലും എന്നെക്കാട്ടിൽ മുകളിലാകണം എന്നൊരു ചിന്ത മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ. ഇനി ഒട്ടും പേരൻസില് അതായത് അച്ഛൻ മാത്രം ജോലിയുള്ളവരായാലും അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി ഇല്ലെങ്കിൽ പോലും, ആരുടെ കേസായാലും പേരൻസ് എല്ലാരും, അതായത് അമ്മമാരായാലും അതിരാവിലെ എണീറ്റ് മക്കൾക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ തയ്യാറാക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ജോലി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും. ജോലി ഇല്ലാത്ത അമ്മമാരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവര് രാവിലെ എണീറ്റ് എല്ലാം ചെയ്യുന്നു, ഹസ്ബൻഡിനെ ഒരുക്കി വിടുന്നു, മക്കളെ ഒരുക്കി വിടുന്നു. ഈ പറയുമ്പം മക്കള് ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ബാഗ് അതേ പടി എടുത്ത് ഇട്ടിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്ന് നമ്മള് കൊടുത്തു വിട്ടാൽ ലഞ്ച് ബോക്സ് പോലും പുറത്തെടുത്ത് വെക്കാൻ താല്പര്യമില്ലാതെ തന്നെ അങ്ങനെ ഇട്ടിട്ടുള്ള എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. അമ്മയായിരിക്കാം ഒരു പക്ഷെ രാവിലെ ആ ബാഗിൽ നിന്ന് തലേ ദിവസം കൊടുത്തുവിട്ട ലഞ്ച് ബോക്സ് കഴുകിയിട്ട് അത് ക്ലീൻ ചെയ്ത് ഫുഡ് വരെ എടുത്ത് ബാഗിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ചില സമയത്ത് പാരന്റ്സ് പറയുന്നത്, നിനക്ക് ആ ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എങ്കിലും പുറത്തെടുത്ത് വെച്ചുകൂടെയും ചോദിക്കുമ്പോൾ ചില കുട്ടികൾ കിടന്ന് അലയ്ക്കാറുണ്ട്, അല്ലേ? അത്രയും മടിയാണ് നമ്മുടെ കുട്ടികൾക്ക്. അവർക്കിതൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അവര് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? കാരണം എനിക്കിത് മനസ്സിലായ ഒരു കാര്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവര് തന്നെ ഷൂ നാക്കുന്നു. കാരണം അവര് ചിന്തിക്കുന്നത് പാരന്റ്സ് ഒരു പക്ഷേ അവര് മൊബൈലിൽ യൂസ് ചെയ്യുന്നതിനാകാം വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ പഠിക്കാത്തതിനാവാം. അവർ നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കുട്ടികളെ വഴക്ക് പറയുന്നത്. പക്ഷെ അവരുടെ ആ ടീനേജ് കുട്ടികളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, പാരന്റ്സ് ഇങ്ങനെ വഴക്ക് പറയുന്നത് നമുക്ക് തീരെ ശല്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മമാരെ വഴക്ക് പറയുമ്പോ പറഞ്ഞത്, ഒന്ന് മിണ്ടായിരുന്നൂടെ അമ്മ, ഞാൻ പഠിച്ചോളാം, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എനിക്കറിയേണ്ട കാര്യം നോക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടീനേജ് സ്റ്റുഡൻസിന്റെ സംസാരം. അത് എന്തുമാത്രം നമുക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അവര് ചിന്തിക്കുന്നത്, എനിക്ക് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഇപ്പം സപ്പോസ് എല്ലാ വീട്ടിലും നമ്മൾ എടുത്തു കഴിഞ്ഞാല് എപ്പോഴും രണ്ട് മക്കള് കാണും, അല്ലെങ്കിൽ ചില വീടുകളിൽ ഒരാള് കാണും, റെയർ വീടുകളിൽ 3 പേര് കാണും. കൂടുതൽ 2 പേരുള്ള വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ്. കുട്ടികൾ എപ്പോഴും പറയും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അനിയത്തിയാണ് ഇഷ്ടം, അനിയനെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ അനിയൻ പറയും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ചേച്ചിയാണ് ഇഷ്ടം, ചേട്ടനെയാണ് ഇഷ്ടം. ഈ ഒരു സംസാരം നമ്മുടെ ഒരു ഫാമിലിയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ,
ഈ നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരേ അമ്മയുടെ വയറ്റിൽ നിന്നാണ്. ഒരേപോലെ വേദന സഹിച്ചാണ് നിങ്ങളുടെ അമ്മമാര് നിങ്ങളെ രണ്ടുപേരെയും, നിങ്ങൾക്ക് ഒരു അനിയനാണെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ചേട്ടത്തിയെങ്കിൽ ചേട്ടത്തി, ആരെയായാലും ഒരേ വയറ്റിൽ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും വന്നത് ഇല്ലേ? നീ ചോറെടുത്ത് വെക്കുമ്പോൾ ഒരാൾക്ക് ഒരു മുട്ടയും ഒരാൾക്ക് 2 മുട്ടയും അല്ല നിങ്ങളുടെ അമ്മമാർ എടുത്ത് വെക്കുന്നത്, 2 പേർക്കും ഒരേപോലെയാണ് എടുത്തു വെക്കുന്നത്. നിങ്ങളുടെ അമ്മയ്ക്കും ആഗ്രഹമില്ലേ കിടന്നുറങ്ങാൻ? ഈ മഴയുള്ള സമയത്ത് ആരാണ് ആഗ്രഹിക്കാത്തത് കിടന്നുറങ്ങാൻ? അല്ലെങ്കിൽ താമസിച്ച് ചിന്തിക്കാൻ ആരാഗ്രഹിക്കാത്തത്? എന്നിട്ട് നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൾ എന്നെക്കാട്ടിൽ കൂടുതൽ നല്ല ജോലി വാങ്ങണം, നല്ല സ്റ്റാറ്റസ് വേണം എന്ന് ഓർത്തിട്ട് കൊണ്ട് മാത്രമാണ് അമ്മമാര് രാവിലെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവര് രാവിലെ ചെയ്യുന്നു, ഹസ്ബൻഡ് ഫുഡ് കൊടുത്തു വിടുന്നുണ്ട്, മക്കളെ ഒരുക്കി വിടുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് നേരെ റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല. അവരെ തന്നെ മറന്നാണ് വീട്ടിൽ ജോലി ചെയ്യുന്നത് അല്ലേ? പക്ഷെ വായിൽ നിന്ന് കേൾക്കുന്നതോ മക്കളെ വഴക്ക് പറയുമ്പോൾ മക്കളൊരിട്ട് അമ്മമാരെ കുറ്റപ്പെടുത്തും. ശരിയല്ലേ? ചില വീടുകളിൽ ഹസ്ബൻഡുകളായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് അവരെ വഴക്ക് പറയണം. അവർക്ക് എന്ത് മനസ്സമാധാനം ഉള്ളത്? അവർക്ക് ഒരു പക്ഷെ ആരും കഴിയുന്ന ഒരു 5 പൈസ കിട്ടുന്നില്ല. ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞേ, അവരും ചെയ്യുന്ന ജോലിയാണ്. ഹസ്ബൻഡ് പുറത്തു പോയി ജോലി ചെയ്യുന്നെങ്കിൽ അവരും ജോലി ശരീരം കൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. അമ്മമാര് കിടന്ന് ജോലി ചെയ്യുന്നതും എന്തുകൊണ്ടാണ്? അവരുടെ ശരീരം കൊണ്ട് തന്നെയാണ് അവരും വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചില വീട്ടുകളിൽ അമ്മമാര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് ആർക്കും ഒരു വിലയില്ല. വെറുതെ ഇങ്ങനെ പേപ്പർ കടലാസ് പോലെ നമ്മൾ വലിച്ചു കീറുന്ന പോലാണ് ചില വീട്ടില് പാവപ്പെട്ട അമ്മമാരോട് ഉള്ള മക്കളുടെ സംസാരം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഹസ്ബൻഡിന്റെ സംസാരം. അവർക്കത് എന്തുമാത്രം ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്റെ പൊന്നു മക്കള്, ഒരിക്കലും ഇനി അമ്മമാര് കിടന്ന് വഴക്ക് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ അമ്മ നിങ്ങളെ വഴക്ക് പറയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നാളെ അവരെ നോക്കുമെന്ന് ആർക്കും ഈ ഒരു ജനറേഷനിൽ നിങ്ങൾ ആരും നിങ്ങളുടെ പേരൻസിനെ നോക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പ്രത്യേകത നേരെ പറക്കുക എന്നുള്ളതാണ് അല്ലേ? ഓസ്ട്രേലിയ, അമേരിക്ക, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ പല പല സ്ഥലങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞ് പുറത്തു പോയി സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അമ്മമാർക്കോ അല്ലെങ്കിൽ പാരന്റ്സിനോ ഒരു പരാതിയില്ല. മക്കൾ പോയി രക്ഷപ്പെടണം എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പാരന്റ്സിനെ സ്നേഹിക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ വഴക്കു പറയുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം നിങ്ങളാണ്. നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ട്? മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നിങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾ നാളെ കാലത്ത് ഇന്ന് അമ്മ എപ്പോഴും വഴക്ക് പറയുന്നത് പഠിക്കാത്ത കാര്യത്തിലാണെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അമ്മ വഴക്ക് പറയുമോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നു കൂടുതലായിട്ട്, അമ്മ എപ്പോഴും കിടന്ന് വഴക്ക് പറഞ്ഞു, അതൊന്ന് കുറയ്ക്കൂ. അമ്മ വഴക്ക് പറയൂലേ, നിങ്ങൾ ചെക്ക് ചെയ്യും. എന്തിനു വേണ്ടി? നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ വഴക്കു പറയുന്നത് നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ അമ്മമാരായാലും അച്ഛന്മാരായാലും എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നു. നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാരെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്. സോ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കൊരു എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. സപ്പോസ് ഇപ്പൊ എനിക്ക് എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കില്ലാതെ പറ്റുമോ? വെറുതെ 10th പഠിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ ആദ്യമേ നല്ല ഊർജം കാണും പഠിക്കാൻ. പക്ഷെ ഓരോ മന്ത് കഴിയുമ്പോഴും നമ്മളുടെ ആ ഒരു എനർജി പഠിക്കാനുള്ള ത്വര കുറഞ്ഞേ വരും അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും ആകാതെ വെറുതെ എനിക്ക് 10+ വേണമെന്ന് പറഞ്ഞിട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ മാത്രം പഠിച്ചിട്ട് പുറച്ചു കയറിക്കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് 10+ കിട്ടത്തില്ല. സോ നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുമായിക്കോട്ടെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാം. എന്നും എന്ത് ചെയ്യാം? ഒരു 10 സെക്കൻഡോളം നമ്മളുടെ എയിം, നമ്മുടെ ഗോൾ എന്താണോ അതിൽ മാത്രം എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിക്ക് ഡോക്ടർ ആകണം, സോ എന്റെ എയിം ഡോക്ടറാണ്. അപ്പൊ കണ്ണ് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേറെ മറ്റൊരു ചിന്തകൾ നമ്മുടെ ഇടയിൽ വരാൻ പാടില്ല, നമ്മുടെ മൈൻഡിൽ വരാൻ പാടില്ല. ഡോക്ടർ ആകണം, എനിക്ക് അതിനു വേണ്ടി പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് 10+ വേണം 10ാം ക്ലാസ്സിൽ, സോ എനിക്ക് ഈ വർഷം 10+ വേണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എന്നും ഒരു 10 സെക്കൻഡ് ഇങ്ങനെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡ് അതിലേക്ക് പോകും.
നമ്മൾ അറിയാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനു വേണ്ടി പ്രയത്നിക്കും. സോ എന്റെ പൊന്നു മക്കളുമാരെ, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വഴക്ക് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ അമ്മമാര് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് എന്തിനാണോ നിങ്ങളെ വഴക്ക് പറയുന്നത് അത് എന്താണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് പഠിച്ച് മുന്നേറുക. അപ്പം എന്റെ കുട്ടി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.